ഈ കടുമാങ്ങ അച്ചാർ കഴിച്ചാൽ ചോറിന് ഇനി സൈഡ് ഡിഷ് വേണ്ട. ഈ കടുമാങ്ങ അച്ചാറിൻ്റെ രഹസ്യം അറിയണോ? അവസാനം പറയുന്ന ടിപ്പ് മിസ് ചെയ്താൽ ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം. കാരണം ഈ സെയിം ടിപ്പ് കൊണ്ടാണ് ഈ അച്ചാർ സൂപ്പർ ടേസ്റ്റി ആവുന്നത്. ആദ്യം മാങ്ങ നല്ലപോലെ കഴുകിയെടുക്കണം. കഴുകി അത് ഉണക്കാൻ വെക്കണം. ഒരു തുണിയിൽ വിരിച്ചിട്ട് നല്ലപോലെ ഉണക്കിയെടുത്തിട്ട് വേണം. അതിന് വെള്ളമയം പാടില്ല. വെള്ളം ഒട്ടും ഇല്ലാണ്ട് വേണം നമുക്കത് അച്ചാറിടാൻ. അച്ചാറിടാൻ തുടങ്ങാൻ ഇനി നമുക്ക് അതിന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ഉലുവയും കടുകും കൂടെ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലപോലെ വറുത്തെടുക്കണം അത്. എന്നിട്ട് നമുക്കത് പൊടിക്കുകയാണ് വേണ്ടത്. അച്ചാറിന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അച്ചാർ തയ്യാറാക്കുന്നത് അമ്മായിയാണ്. അമ്മായിൻ്റെ സ്ഥലം വയനാടാണ്. ഇവിടുത്തെ അമ്മേൻ്റെ നാത്തൂനാണ്. അച്ചാറിൻ്റെ സ്പെഷ്യലിസ്റ്റാണ് അമ്മായി. നല്ലപോലെ കുക്ക് ചെയ്യും. അതൊക്കെ അമ്മയാണ് സഹായി. അമ്മ കായൊക്കെ മുറിച്ച് കൊടുക്കുന്നുണ്ട്. വേണ്ട സാധനങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നുണ്ട് അമ്മ. കടുകും ഉലുവയും വറുത്തത് നമുക്കിനി മാറ്റി വെക്കാം. അതിനി പൊടിക്കണം. ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാനുള്ള എണ്ണ നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലെണ്ണയാണ്. നല്ലെണ്ണ അതൊരു 300 ml അത്ര നമുക്ക് ഒഴിക്കാം. അച്ചാറിടാനുള്ള മാങ്ങ അമ്മ വയനാട്ടിൽ അമ്മയുടെ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ്. അമ്മയുടെ കൂടെ വന്നതാണ് അമ്മായി 2 ദിവസം ഞങ്ങളോടൊപ്പം നിൽക്കാൻ. അപ്പം നമ്മൾ അമ്മായിനെ കൊണ്ട് തന്നെ അച്ചാറിടിപ്പിക്കാമെന്ന് വെച്ചു. അമ്മായി ഇടുന്ന അച്ചാറുകളൊക്കെ സൂപ്പറാണ്. ആവശ്യത്തിനുള്ള എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലെന്നാ ഇടുന്നതെന്ന് നോക്കാം. കായമാണ് പിന്നെ ചേർത്തിട്ടുള്ളത്. കായം എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് കട്ടയുള്ള കായമായതുകൊണ്ട് വറുത്തിട്ട് പൊടിക്കുകയാണ് ചെയ്യാറുള്ളത്. LGയുടെ കായമാണ് നമ്മൾ വാങ്ങിയത്. അതിൻ്റെ ഒരു ചെറിയൊരു പീസേ ബാക്കിയുള്ളൂ. ബാക്കി മുഴുവനും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കായം മാറ്റി വെക്കാം. കായവും മിക്സിൻ്റെ ജാറിലിട്ട് തണിഞ്ഞിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം. അതും മാറ്റി വെക്കാം. ഇനി നമുക്ക് അച്ചാറിടാം. ആദ്യം നമുക്ക് കടുകിടാം. അതിനുശേഷം വെളുത്തുള്ളി ഇട്ട് മൂപ്പിക്കുകയാണ് ചെയ്യുന്നത്. 2 തരത്തിൽ ഞാൻ അച്ചാർ തയ്യാറാക്കുന്ന വീഡിയോ ആണ് കാണിച്ചു തരാൻ പോകുന്നത്. ആദ്യത്തെ മെത്തേഡാണ് ഇപ്പോൾ കാണിക്കുന്നത്. വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഇനി വെളുത്തുള്ളി നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. വെളുത്തുള്ളി മൂക്കുമ്പോഴേക്കും നേരത്തെ വറുത്തു മാറ്റി വെച്ച കായവും കടുകും ഉലുവയും പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം പൊടി ഇടാനാണ് അമ്മായി നോക്കിയത്. പിന്നെ വിചാരിച്ചു പൊടി ഇപ്പോഴേ ഇട്ടാൽ മൂത്ത് പോകുന്നത് കൊണ്ട് അതിപ്പോൾ വേണ്ട, പിന്നെ ഇടാമെന്ന് വെച്ചു. ഇനി അതിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റി വെക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് മുഴുവൻ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടാലേ ഇത് എങ്ങനെയൊക്കെയാണ് ഇടുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. 2 രീതിയിലാണ് നമ്മളിന്ന് അച്ചാറിടുന്നത് കാണിച്ചു തരുന്നത്. ഒന്ന് മാങ്ങ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് കടുമാങ്ങ കഷ്ണങ്ങളാക്കിയ അച്ചാറാണ്. പിന്നെ മുഴുവനോടെ ഇടുന്ന അച്ചാറുമാണ്. പിന്നെ അതിലേക്ക് മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. 500 ഗ്രാമാണ് ചേർത്തേക്കുന്നത്. ഒത്തിരി മൂപ്പിക്കണ്ട, അല്ലെങ്കിൽ കളർ കിട്ടില്ല. അതിന് ഒത്തിരി മൂത്ത കളർ കുറയായിരിക്കും അല്ലേ? മഞ്ഞപ്പൊടി ഇട്ടോ ഇട്ടോ. മുളക് പൊടി ഇട്ട ഉടനെ തന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി 1.5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. കാശ്മീരി കൂടെ കൂട്ടി പൊടിച്ചാൽ തോന്നുന്നു ഇതല്ലേ? ആണോ? 2 കൂടെ മിക്സാ. മുളക് പൊടി മൂത്ത് വന്നു. ഇനി അതിലേക്ക് ചേർക്കുന്നത് നേരത്തെ മാറ്റിവെച്ച കായം പൊടിച്ചതാണ്. പിന്നെ ഇത് വെള്ളമാകുമ്പോൾ ആവില്ലേ? ഉപ്പും കൂടെ ആക്കുന്നത്.
ഉപ്പ് വേറെ വറക്കണം. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. വേണ്ട സാധനങ്ങളൊക്കെ ഓരോ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് പിന്നെ എല്ലാം കൂടെ ഒന്നിച്ച് ഇടുകയാണ് ചെയ്യുന്നത്. ഇനി അതിലേക്ക് വേണ്ട ഉപ്പ്, ഇതാണ് മെയിൻ സാധനം. നമ്മൾ ഈ ഉപ്പിൽ ജലാംശം ഉള്ളത് കൊണ്ട് ഉപ്പ് നമുക്ക് ഒന്ന് വറുത്തിട്ട് വേണം അച്ചാറിലേക്ക് ഇടാൻ. കടുമാങ്ങ ഇടുന്നതിൽ മെയിനായിട്ട് ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഉപ്പ് ഇങ്ങനെ വറുത്തെടുക്കുന്നത്. വറുത്ത് പൊടിച്ചത് എത്ര മാങ്ങയാണ്? ഇതിനകത്തില്ലാത്ത ഉണങ്ങിയ ഒരു പാത്രമുണ്ടോ? ഇതും കൂടെ ഇടാനോ? ഉപ്പും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നേരത്തെ മാറ്റിവെച്ച എണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 3 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ എണ്ണയിൽ വറുത്തു മാറ്റിയ വെളുത്തുള്ളിയും പൊടികളും ചേർന്ന മിശ്രിതം കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി അച്ചാറിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും അരിഞ്ഞു വെച്ച കടുമാങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് കൂട്ടാനാണ് വെള്ളം കൂട്ടാൻ ചാറ് നല്ലോണം ഉണ്ട് കേട്ടോ. ആയി പറഞ്ഞോട്ടെ. മുളക് പൊടി കുറവാ. ഇച്ചിരി മുളക് പൊടി കൊണ്ടാകുമ്പോഴാണോ നോക്കിച്ചിട്ടുണ്ട്. ചേച്ചി പറഞ്ഞു, ഞാൻ പറയുന്നില്ല. ഞാനൊന്നും പറയാനൊന്നുമില്ല. ഈ അച്ചാറിൽ ഉലുവ നല്ലപോലെ ചേർത്തിട്ടുണ്ട്. ഉലുവ വറുത്ത് പൊടിച്ചതും ചേർക്കുന്നുണ്ട്. നിറമില്ലാത്ത മുളക് പൊടി കുറവാണേ. മുളക് പൊടി ഇച്ചിരി എടുക്കില്ലായിരുന്നോ? കോപ്പിച്ചിടാം. ഇത് വേവണ്ടല്ലോ. വേണോ? വേഗണ്ട. കടിച്ചിരിക്കണ്ടേ? ഒരു കൈ കൊടുക്കുന്നു. കൈ കൊടുക്കുന്നു. ഇത് വലുതായിപ്പോ കുറെ കൂടെ വെള്ളം ഒഴിക്കാൻ പറഞ്ഞില്ല. തരാം തരാം തൊട്ട് തരാം. കളർ കുറവായതുകൊണ്ട് കുറച്ചും കൂടെ മുളക് പൊടി വറുത്ത് ചേർക്കുന്നുണ്ട്. അയ്യോ കൊച്ചിന്റെ കണ്ണിലും വീടല്ലേ? കാണിക്കയ്യോ മാങ്ങയോ? മാങ്ങ അതിൻ്റെ വഴി ഒന്ന് വരുമായിരിക്കും. ഈ ഫസ്റ്റ് മെത്തേഡ് അച്ചാറിൽ ഉപ്പ് വെള്ളം തിളപ്പിക്കുമ്പോൾ ചേർത്തിട്ടുണ്ട്. ഇതിൽ ഉപ്പ് വറുത്ത് ചേർക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ കണ്ണിമാങ്ങ ചാറുള്ള അച്ചാർ റെഡിയായിട്ടുണ്ട്. കടുമാങ്ങ അരിയാതെ മുഴുവനോടെ ഇടുന്നതാണ് ഈ അച്ചാർ. ഇതിൽ വെള്ളം ചേർക്കാൻ പാടില്ല. ഇതിനു വേണ്ടിയാണ് നമ്മൾ നേരത്തെ ഉപ്പ് വറുത്തെടുത്തത്. നേരത്തെ വറുത്തെടുത്ത പൊടിയും ഉപ്പും കൂടെ മിക്സ് ചെയ്താണ് ഇതിൽ ചേർക്കുന്നത്. മുളക് പൊടിയും എല്ലാം കൂടെ മിക്സാക്കി
ഉപ്പ് പൊടിയും മുളക് പൊടിയും എല്ലാം വറുത്ത് പൊടിച്ച് മിക്സാക്കുവാന്നവർ. കണ്ണിമാങ്ങ അച്ചാറിടുന്നു. കായം, ഉലുവ, കടുക് ഇട്ടിട്ട് മിക്സാക്കി അങ്ങനെ കുറച്ച് മാങ്ങ ഇടുക. പറഞ്ഞു കൊടുക്കും പറ. കുറച്ച് മാങ്ങ ഇടുക, കുറച്ച് പൊടി ഇടുക ആദ്യം. അത് കഴിഞ്ഞ് കുറച്ച് മാങ്ങ വാങ്ങിയിടുക. അത് കഴിഞ്ഞിട്ട് കഴുകി ഉണങ്ങി വെച്ച മാങ്ങ നീരത്ത് വെക്കാണ്ട് വെള്ളമെല്ലാം വലിച്ചെടുത്ത് ഒരു കിലോ കൊണ്ടിട്ട് ശീലം വരണം എന്നാണ് പറയാൻ പറ്റും. ഇത് ഇത്രയും ഉണ്ടാവും കേട്ടോ. പൊടിയൊന്നും മതി. സ്പൂൺ വേണമായിരുന്നു മുളക്. കൈ ഇപ്പോൾ പോയില്ലേ. സ്പൂൺ കിട്ടുക നമുക്കൊരു കൈ അത് കിട്ടില്ല അല്ലേ. സ്പൂൺ കിട്ടുക. ഇനി പൊള്ളണ മുഴുവൻ ആ പൊടി ഇടുന്നുണ്ടോ. പൊടിയിടാം, പൊടിയില്ല എല്ലാം ഇരിക്കും. ഇതിനെ കണ്ടു കാണാം. സിനിക്കറിയില്ല, ഞാൻ വന്നിട്ട് പുതിയറിയില്ല. അത് നേരത്തെ മാറ്റിയേക്കും. അങ്ങനെ നമ്മുടെ 2 അച്ചാറും റെഡിയായി കഴിഞ്ഞു. ഈ അച്ചാർ നമ്മൾ 1 വർഷം കഴിഞ്ഞിട്ടേ ഉപയോഗിക്കുന്നുള്ളൂ. ഇത് പഴകിയാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവും. ഇത് നമുക്ക് എപ്പോഴും കൂട്ടാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം. കടുമാങ്ങ അച്ചാർ 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഭരണിയുടെ 3/4 ഭാഗമായതാണിത്. ഇതുപോലുള്ള അച്ചാറിൻ്റെയും കറികളുടെയും റെസിപ്പിയുമായിട്ട് ഞാൻ ഇനിയും വരും. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.